ചാനൽ. ഞാനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് മുൻപോട്ടേക്ക് റോഡിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ എന്താണെന്ന സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുതിരകളെ സവാരി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുതിരകളായിട്ടുള്ള സവാരി നമുക്കും പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ഇത്രയും വർഷത്തെ ഒരു ലൈഫിൽ ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നേ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതെനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. സോ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇവിടെ ആൾക്കാർ കുതിരനെ പഠിപ്പിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ കുതിരേനെ കയറി ഇരുന്നിട്ടുള്ള സവാരികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ, ചെയ്ത് പഠിക്കുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ജമ്പ് ചെയ്യാനുള്ള ഇതേ ഇപ്പോൾ ഒരു കുതിര വരും, കണ്ടോ. ഈ കുതിര ശരിക്കും പറഞ്ഞാൽ ഈ കുതിരനെ ഇപ്പം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കുതിരയ്ക്ക് കാര്യമായിട്ടുള്ള ഇതൊന്നും അറിയാത്തത്. ഇതിൻ്റെ ഇൻസൈഡ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെയാണ് കേട്ടോ കുതിരകളായിട്ടുള്ള സവാരി നമ്മൾ പഠിക്കുന്നത്. സോ ഇപ്പോൾ ഓൾറെഡി ഒരു കുതിരനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ കുതിര ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ടാണ് ഇതിന് വലിയ കാര്യമായിട്ടുള്ളത് അറിയുന്നില്ല. അതിനെ ഇന്ന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ പരിശീലനങ്ങളൊക്കെ പഠിക്കുന്നത്. സോ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ പഠിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയുള്ളൊരു സംഭവമാണ് കേട്ടോ അവിടെ. എൻ്റെ ബാക്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുതിരേനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. സോ ഇപ്പോൾ ഇവിടെ രണ്ട് പിള്ളേരുണ്ട്. അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു കുതിരേനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുതിര ഇന്ന് വന്നതുകൊണ്ട് കുതിരയ്ക്ക് കാര്യമായിട്ടുള്ളതൊന്നും അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണുന്നത്. കുതിര ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഹലോ, തൊടാൻ പാടും എന്തോ. ഗൈസ്, ഇവിടെ ഒരു ഫുള്ള് ഹോഴ്സിനെ എന്താ പറയുക നിർത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇതേണ്ടി ഇവിടെ ഒരു ഹോഴ്സ്. ഇതെന്തൊരു വലുതാ. അതാണ്ട് ഇവിടെ ഒരു ഹോഴ്സ്. കൊറേ കേട്ടോ ഈ ഹോഴ്സ് എത്ര വലുപ്പ. ഇത് കണ്ടോ, ഹായ്. അവിടെ നിറച്ചുണ്ട്. ഓ എന്തൊരു വലുപ്പം ഇതിനെ കാണാനായിട്ട്. ഹലോ, കടിക്കോ? ഹായ് ഹായ്. ഓ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്. ഓ ഇതൊരു കിടലൻ ഹോഴ്സ് തോന്നുന്നു. നോക്കട്ടെ, ഇതിന് വലിയ ഹൈറ്റ് ഇല്ല. ഇതൊക്കെ എന്താ വലിപ്പം. ഹലോ ഹായ്. തൊടാനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പാവ തോന്നുന്നു എല്ലാവരും. ഇവിടെ ഇതിങ്ങൾ കുട്ടികളാ തോന്നുന്നു. ചെറിയ ചെറിയ ഹോഴ്സാ. ഇതൊക്കെ ഭയങ്കര വലിയ ഹോഴ്സാട്ടോ. ഇതൊരു വലിയൊരു പ്ലേസ് ആണ് കേട്ടോ ഹോഴ്സിന്റെ. ലിയോൺ 5-6 yaşta. 6 years. ഓക്കെ. ഭയങ്കര വലുതാട്ടോ. ഹായ് കുതിര. കുതിര ഇങ്ങോട്ട് നോക്ക്. വീഡിയോ. ഹായ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കുതിരയുടെ അടുത്തിങ്ങനെ കാണുന്നത്. ഹലോ ഹായ്. ഈ കുതിരയുടെ പേര് ബോയ്സൺ. അടുത്തൊരു ചാട്ടക്കാരനാട്ടോ. ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കുതിരയുടെയും ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇത് ഫുള്ള് 2 സൈഡിലായിട്ട് എത്രയുണ്ടെന്ന് അറിയത്തില്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. നിറച്ച് കുതിരകളാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര പാവങ്ങളെ പോലെ ഇങ്ങനെ എത്തി നോക്കണം. പുതിയൊരു കുതിര വന്നിട്ട് നോക്കട്ടെ. തുർക്കുമെന്നുള്ളൊരു ഹോഴ്സാണ് കേട്ടോ. ഇതിനൊക്കെ സ്പോർട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു പെണ്ണാണ് കേട്ടോ ഇതിനെ ഓടിക്കുന്നത്. അതിലിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ഇതും തുർക്കുമെന്നുള്ളൊരു കുതിരയാണ്. കുതിര. ഓ കുതിര കരയുന്നു.
Angliski, Anglia. Bu Amerika. Amerika. ആ അത് അമേരിക്ക എന്നുള്ളൊരു കുതിര. Polska. ആ ഇത് കണ്ടോ, ഇതൊക്കെ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ളതാണ് കുതിരകള്. വേറൊരു പാർട്ടാട്ടോ Guardia. മില്ലിഗാർഡ്. ഓ ഇത് ഗവൺമെൻറ് ആയിട്ടുള്ള അവരുടെ അണ്ടറിലുള്ള കുതിരകളാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളത്. മീൻസ് ഇവിടുത്തെ ഒരു മില്ലിഗാർഡ് ഉണ്ട്, അപ്പോൾ അവരുടെ അണ്ടറിലുള്ള കുതിരകളാണ് ഇവിടെ. അപ്പോൾ ഇവർ കുറച്ചും കൂടി മോർ ട്രെയിൻഡ് ആയിട്ടുള്ള കുതിരകളാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഉള്ളത്. ഒരു അനദർ സെക്ഷൻ ആട്ടോ കുതിരയുടെ. ഇവിടെയാണ് പുല്ലും കാര്യങ്ങളൊക്കെ അവർ ഹോൾഡ് ചെയ്യുന്നത്. ഓ ഈ കുതിരയുടെ മുടി നോക്ക്. ഇത് അനദർ ഓരോരോ സെക്ഷനുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടു, ഇത് മൂന്നാമത്തെ സെക്ഷനാണ്. ഇവിടെ ഫുള്ള് കുതിരയാണ്. ഇവിടെയൊക്കെയാണ് കേട്ടോ പുല്ലൊക്കെ, ഇസ്ലാമിലേക്ക് പുല്ലൊക്കെ കൊണ്ടുവന്ന സ്ഥലം. ഇത് കുറച്ച് കുഞ്ഞി ഇതാ, ഇതൊരു പോണിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഒരു പോണീനൊക്കെ ഇത്ര അടുത്ത് കാണുന്നത്. ഇങ്ങനെ ഇതേപോലെ കുറേ പോണികളുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തുണ്ട്, ഇത് ഇവിടെ ഉണ്ടല്ലോ. ഹായ്, അയ്യോടാ, ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് കേട്ടോ. ഒരു 3 പോണികളാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട്. പോണിക്കൊന്നും നമ്മൾ മൈൻഡില്ല, പോണി പുല്ല് കഴിക്കാം. നമുക്ക് ഈ ഒരു സ്ഥലം കാണാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നും ഒരു പൈസ പോലും വേണ്ട കേട്ടോ. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട്, ഞങ്ങളിത് പൈസ കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഇതെന്താ സംഭവം എന്ന് അറിയാതെയാണ് വന്നത്. പക്ഷേ ഇത് ഒരു പൈസ നമുക്ക് കൊടുക്കണ്ട. പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ മില്ലിഗാർഡിൻ്റേതായിട്ടുള്ള കുറച്ച് കുതിരകളുണ്ട്. അതിനൊക്കെ ആട്ടോ നമ്മളിപ്പോൾ കണ്ടത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർച്ചിൽ ഇവിടുത്തെ ഒരു സവാരി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു എന്താ പറയുക, കോമ്പറ്റീഷൻ പോലെ ഇവിടെ ഉണ്ടാവലുണ്ട്. മാർച്ച് 27, 28 എന്നാണ് ആള് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടേക്ക് വരും. കാരണം അത്രയും നല്ലൊരു സ്ഥലമാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. സോ എൻ്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കുന്നു. തണുപ്പിനൊന്നും ഒരു കുറവില്ല ഇപ്പോൾ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കുതിരകളും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുതിരകളാണ് കേട്ടോ. സോ ഇവിടുത്തെ ഓരോ കുതിരയ്ക്കും വില വരുന്നത് 10 ലക്ഷം രൂപയുടെ അടുപ്പിച്ചാണ്. കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുതിരകളാണ്. എല്ലാം ജർമ്മനി, റഷ്യ, അങ്ങനെ പല സ്ഥലത്തുണ്ട്. കൂടുതലും ഇവിടെ നിന്ന് ജർമ്മനിയിൽ നിന്നുള്ള കുതിരകളാണ് വരുന്നത്. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 10 ലക്ഷത്തിന് താഴെ ഒരു കുതിരകൾ നമുക്ക് ഇവിടെ കിട്ടൂല കേട്ടോ. അത്ര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, ഓരോ കുതിരകൾ നമുക്ക് പറ്റുന്ന നല്ല രീതിയിൽ തൊടാനും പിന്നെ അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാണിച്ചതല്ലോ, ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സെക്ഷനാണ്. പിന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സെക്ഷൻ ഉണ്ട്. അവിടെയാണ് ഞാൻ പോണീനൊക്കെ കണ്ടത്. സോ എനിക്ക് ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്രയും വർഷം ഇവിടെ നിന്നിട്ടും ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഇതേപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.